ഹായ്, എനിക്ക് കുറച്ച് പൈസ വിഡ്രോ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ മാഡം, എത്രയാണ് വിഡ്രോ ചെയ്യേണ്ടത്? കേട്ടില്ല മാഡം, എത്രയാ? 75,000. 75. 100 ഉണ്ടായിരുന്നു. ATM പോയി വരും. ഏട്ടാ, ഏട്ടന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് കിട്ടി. ഞാനത് നമ്മുടെ അടുത്ത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്താ ഉപകാരം? നിന്റെ ഫോണിൽ കസ്റ്റമർ കെയറിന് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പർ ഇല്ലേ, അത് ആരുടെയാണെന്ന് ഇവിടെ ആരും അറിയില്ല. വേണ്ട ഏട്ടാ, ഞാൻ പോക്കറ്റിൽ തന്നെ കൊടുന്ന് വെച്ചോളാം. നീയല്ലേ പറഞ്ഞോട് സീനാന്ന്. പേടിക്കണ്ട, ഞാൻ എന്റെ വീട്ടുകാരോണ്ട് വന്നു, നമുക്കെല്ലാം സെറ്റാക്കാം. ഞാൻ ഏപ്രിൽ ഫുള്ള് പറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എടി എടി മാർച്ചല്ലത്. അത് ഏപ്രിൽ 1 പറ്റി ജയിക്കുള്ളൂ നേരിച്ച് മുന്നേ പറ്റിക്കാൻ നോക്കിയതാ. ലിപ്സ്റ്റിക് കൂടുതലാണോ? ലിപ്സ്റ്റിക് ഇട്ടാണ് അറിയുന്നില്ലേ? എന്റെ ചുണ്ടിന്റെ ചുമന്ന കളർ കൊണ്ടായിരിക്കും അറിയാതെ. ശരിക്കും ഞാൻ ഇട്ടായിരുന്നു ഏട്ടാ. ലിപ്സ്റ്റിക് ഇട്ടായിട്ട് തോന്നിയില്ല. ശരിക്കും ലിപ്സ്റ്റിക് ബക്കറ്റിൽ ഒഴിച്ചിട്ട് ചുണ്ട് അതിനകത്ത് മുക്കെടുത്തോലുണ്ട്. ബാബുവിന്റെ മോളല്ലേ ചാടിപ്പോയെ? ചാടിപ്പോവേ? ആര് ചാടിപ്പോയി? ഞാൻ നല്ല അന്തസ്സായിട്ട് നടന്നാ പോയത്. അല്ലാണ്ട് നട്ടപ്പാരിക്ക് കണ്ട വീട്ടിൽ കയറിയിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചല്ലേ എന്നെ. ഒരു ചാടിപ്പോക്ക്. എന്താ എന്താ പറ്റിയേ? ആ വൃത്തിട്ട് ഇട്ടിട്ട് പോയി ഒട്ടി. സാരില്ല, ഇപ്പൊ മുകളിലേക്ക് നോക്കി എന്താ കാര്യം? എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ 2000 രൂപയുടെ ഫൗണ്ടേഷനോ. എന്നെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, എന്റെ അടുത്ത് വരല്ലേ, പൊക്കോട്ടെ. ഞാനില്ല ഒച്ച വെക്കും. എന്താ ഒച്ച വെക്കും? ഒച്ച വെച്ചാൽ ഞാൻ ഉമ്മ വെക്കും. അയ്യേ, ഒന്ന് പോയേടോ അത്. എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. അതെന്താന്നറിയ ഇഷ്ടപ്പെടാത്തെ? ഇത്ര അടുത്ത് നിന്ന് നോക്കുന്നുണ്ടോ? കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ വലിയ കുഴപ്പം. നമുക്ക് ജനിക്കുന്ന 2 പെൺകുട്ടികളാണെങ്കിൽ ഒരാൾക്ക് അശ്വതി എന്നും മറ്റേക്ക് ചിഞ്ചു എന്നും പേരിട്ടാലോ? ആ, ചിലപ്പോ നമുക്ക് 3 ആൺകുട്ടികളാണ് ജനിക്കുന്നെങ്കിലോ? എന്നാ നമുക്ക് അരുണെന്നും വിഷ്ണു എന്നും സുമേഷ് എന്നും ഇട്ടാലോ? എന്ന് പറയുന്നു. ആ, എവിടോ എന്തോ തകരാറ് പോലെ. രഞ്ജിനി ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിക്കണം. അതെന്താ വിഷു അങ്ങനെ പറഞ്ഞ? ഇംഗ്ലീഷ് പടം എന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടായിരിക്കും അല്ലേ? അത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ മണി 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 പോലെ. അതുകൊണ്ടാണോ? അതല്ല, അവര് 150 വർഷം നമ്മളെ അടക്കി ഭരിച്ചത്. അവരോട് നമുക്ക് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ നീ എന്നെ തെറി വിളിച്ചു. അത് നിങ്ങളെ തോന്നല? ഏയ് തോന്നലൊന്നുമല്ല, ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാ. അതല്ല, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഇജ്ജെന്തീ കാട്ടണ്? കൂട്ടാൻ വെക്കുക. ഏയ് അപ്പൊ ഉമ്മല്ലേ കാലത്ത് കൂട്ടാണ്ടാക്കി? അത് കഴിഞ്ഞ് ഞാനൊക്കെ ഉണ്ടാക്കിയ 2 ദിവസം ഒരു കേടും വരാതിരിക്കും. ആ, ഇജ്ജുണ്ടാക്കി ആരും കൂട്ടില്ല, അപ്പൊ അവിടെ ഇരിക്കും. ഇജ്ജ ഒരു ക്രെഡിറ്റ് ആയി കൊണ്ടിറക്കപ്പോ. നിങ്ങളെ പേരെന്ത്? ഞാൻ ഉമ്മക്കുൽസു. ഓക്കെ, നിങ്ങളെ പോരെ എവിടെ? എന്റെ പോരെ കാസർഗോഡ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എവിടെ വരുന്നത്? ഞാൻ ദുബൈന്ന് ഇപ്പൊ വരുന്നത്. അന്ന് നിങ്ങൾ ദുബൈ പോയിനി? അന്നെ മംഗലം കഴിച്ചിട്ട് കൊടുത്തത് ആടെ. നീ മംഗലം കഴിച്ച് ആടെ കൊടുത്തേ? മാപ്പിൾക്കാടെ പണി. ഓ, അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാനിപ്പോ ആടെ. അപ്പൊ നാട്ടിൽ നിന്ന് ആരും ഒന്നും പറയില്ലേ? എല്ലാരും ചോദിക്കുന്നേ. എന്താ ചോദിച്ചേ? നിങ്ങക്ക് മലയാളം ഉണ്ടാൻ അറിയോ? ആണോ? വേറൊന്ന് ചോദിച്ചേ? മലയാളം എഴുതാനും വായിക്കാൻ അറിയോ? അത് നിങ്ങൾ ആടെ തന്നെ ആയോണ്ട് ചോദിച്ചതായിരിക്കൂ. അപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നേ. ചോദിക്ക്. ഞമ്മെന്ത് ബോളന്മാരാ? ആ, എന്നെ ബേളന്മാരാ? ഞാൻ സ്കൂളൊന്നും കാണാത്തോറാ. പടച്ചോനെ, പാമ്പിനാണല്ലോ റബ്ബേ ഞാൻ ചവിട്ടിയത്. എന്റെ പേര് ആതിര. എന്റെ പേര് ബാബു. എത്ര പഠിച്ച്? 10. ഞാൻ 8. അപ്പൊ 18. നമുക്ക് ജീവിക്കാതൊക്കെ മതി. കല്യാണം കഴിഞ്ഞ് ഞാൻ ഊട്ടി കൊണ്ടുപോ, കൊടൈക്കനാലിൽ കൊണ്ടുപോ, മൈസൂർ കൊണ്ടുപോ. ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. ഞാൻ പോണു.